ഓരോ പലകയ്ക്ക് 10 മുഴ നീളവും 1.5 മുഴ വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമയുണ്ടായിരിക്കണം. തിരുനിവാസത്തിന്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. തിരുനിവാസത്തിന് പലകകൾ ഉണ്ടാക്കണം. തെക്കുവശത്തേക്ക് 20 പലക, 20 പലകയ്ക്കും താഴെ വെള്ളികൊണ്ട് 40 ചുവട്. ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും. ഇങ്ങനെ 20 പലകയുടെയും അടിയിൽ വെള്ളി കൊണ്ട് 40 ചുവടുണ്ടാക്കണം. തിരുനിവാസത്തിന്റെ മറുപുറത്ത് വടക്കുവശത്തേക്ക് 20 പലകയും, ഒരു പലകയുടെ താഴെ 2 ചുവട്, മറ്റൊരു പലകയുടെ താഴെ 2 ചുവട്. ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളിച്ചവിടും ഉണ്ടാക്കണം. തിരുനിവാസത്തിന്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് 6 പലക ഉണ്ടാക്കണം. തിരുനിവാസത്തിന്റെ 2 വശത്തുമുള്ള മൂലയ്ക്ക് ഈ 2 പലക ഉണ്ടാക്കണം. ഇവ താഴെ ഇരട്ടിയായിരിക്കണം. മേലറ്റത്തോ 1-ാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം. രണ്ടിനും അങ്ങനെ തന്നെ വേണം. അവ 2 മൂലയ്ക്കും ഇരിക്കണം. ഇങ്ങനെ 8 പലകയും അവയുടെ വെള്ളിച്ചുവട്, ഒരു പലകയുടെ അടിയിൽ 2 ചുവട്, മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവട്. ഇങ്ങനെ 16 വെള്ളിച്ചുവടും വേണം. മതി. പിന്നെ പ്രൈസ് ലോർഡ്. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബാലൻസ് നമുക്ക് പിന്നെ വായിക്കാം. ഇന്ന് രാത്രിയിൽ 30 വരെ ആയിരുന്നു. വായിക്കാം. കതിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം. തിരുനിവാസത്തിന്റെ ഒരു ഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിന്റെ മറുഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം. തിരുനിവാസത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് 5 അന്താഴം. നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം. പലക പൊന്നുകൊണ്ട് പൊതിയുകയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കുകയും വേണം. അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം. അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചെന്ന പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തേണം. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദിവസങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് പ്രാകാരത്തിലെ 2 ഉപകരണങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. 1 യാഗപീഠം, 2 പിച്ചളത്തൊട്ടി. അതിനുശേഷം കൂടാരത്തിലേക്ക്, തിരുനിവാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി മുതൽ തിരുനിവാസവും അതിന് മുകളിലത്തെ മൂടി, അകത്തെ കട്ടന്, അതിൻ്റെ പലകളെ, തിരുനിവാസത്തിൽ ഉള്ള വിശുദ്ധ സ്ഥലത്തുള്ള ഉപകരണങ്ങളെ, അതിവിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളെ, ഇതാണ് നമ്മൾ ഇനിയും ചിന്തിക്കാനും പഠിക്കാനും ഉള്ളത്. ആ ഭാഗങ്ങളാണ് ഇനി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രാകാരം, ഈ കോട്ടിയാടിലെ പിച്ചള കൊണ്ടുള്ള 2 ഉപകരണങ്ങളാണ്. പിച്ചള കൊണ്ടുള്ള താമ്രം കൊണ്ടുള്ള യാഗപീഠവും, അതേ താമ്രം കൊണ്ടുള്ള ബ്രാസ് കൊണ്ടുള്ളതായ പിച്ചളത്തൊട്ടി, ബ്രോസൺ ആൾട്ടർ ആൻഡ് കഴുകുവാനുള്ള പിച്ചളത്തൊട്ടി. ഇത് 2മാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചത്. അത് 2ഉം ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്. അത് 2ഉം പിച്ചള കൊണ്ടുള്ളതാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഈ തിരുനിവാസത്തിൻ്റെ ഉള്ള കൂടാരത്തിൻ്റെ പലകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭാഗങ്ങൾ ചിന്തിച്ചതിന് ശേഷമാണ് നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. സമാഗമന കൂടാരം, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും കൂടെ 48 കതിരമരത്തിൻ്റെ പലകകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 48 പലകകളാണ് ഈ ഇത്രയും ഭാഗത്ത് ആയിട്ട് കതിരമരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്തോത്രം. ഇതിൻ്റെ മുൻവശത്ത്, ഇതിൻ്റെ നടുവശത്താണ് വിശുദ്ധ സ്ഥലത്തെ അതിവിശുദ്ധ സ്ഥലത്തെ തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത്. മനോഹരമായ ചിത്രത്തിലുള്ള ഈ ഘട്ടം കൊണ്ടാണ് ഈ വേർതിരിവ് ഉണ്ടായിരിക്കുന്നത്. ഈ
ഓരോ വശത്തും 20 പലക, മറ്റേ വശത്തെ 20 പലക. വടക്കും തെക്കുമായിട്ടാണ് ഈ 20 പലകകൾ വെച്ചിരിക്കുന്നത്. ബാക്കിൽ വെസ്റ്റ് സൈഡിൽ 8 പലകയാണ്. 6 പലകയുടെ കാര്യം പറഞ്ഞിട്ട് ഈ കോർണറിൽ 2 പലകയുണ്ട്, കോർണർ പലക. അതിന് സ്യൂട്ടായിട്ട് അതവർ ഉണ്ടാക്കി അവിടെ കോർണർ പലക ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. കിഴക്ക് വശത്ത് കട്ടനാണ്, അവിടെ പലകകളില്ല. അവിടെ തൂണിന്മേൽ കട്ടനാണ്. സ്തോത്രം. അപ്പോൾ ആ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. തെക്ക് വശത്തെ 20 പലക, നോർത്ത് സൈഡിലെ 20 പലക, വടക്ക് ഭാഗത്ത് വെസ്റ്റ് സൈഡിലെ 6 പലക, പിന്നെ കോർണറിൽ 2 പലക, അങ്ങനെ 8 വരെ ടോട്ടൽ 48 പലകകളാണ് ഈ തിരുനിവാസം ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പലകകളുടെ നീളം ഹൈറ്റ് വെച്ചിരിക്കുന്നത് 10 ക്യൂബിറ്റാണ്. 10 ക്യൂബിറ്റാണ് ഇതിന് നീളം വെച്ചിരിക്കുന്നത്. വീതി 1.5 മുഴം നീളമാണ് വെച്ചിരിക്കുന്നത്. 10 മുഴം നീളത്തിലും 1.5 മുഴം വീതിയിലുമാണ് ഇത് കട്ട് ചെയ്തുണ്ടാക്കുവാൻ മോശയോട് കൽപ്പിച്ചിരിക്കുന്നത്. പലകയ്ക്കെല്ലാം ഒരേ നീളമാണ്. 1 സെൻറ്റിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ കൃത്യമായിട്ടാണ് ഈ പലകകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പലകയെ കാണിക്കുന്നത് ഒരു വിശ്വാസിയോട് സാദൃശ്യപ്പെടുത്തിയാണ് ഈ സമാഗമന കൂടാരത്തിൽ പലകയെ പഠിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവസഭയിൽ വലിയവനുമില്ല, ചെറിയവനുമില്ല. സ്തോത്രം. പണക്കാരനുമില്ല, പാവപ്പെട്ടവനുമില്ല, ശാസ്ത്രജ്ഞനുമില്ല, സയൻറ്റിസ്റ്റുമില്ല. എല്ലാവരും ദൈവസേനയിൽ കടന്നു വരുന്ന, രക്ഷയുടെ അനുഭവ ദൈവത്തെ കടന്നു വരുന്ന സയൻറ്റിസ്റ്റും ഉന്നതന്മാരും VIPസും പണക്കാരും പാവപ്പെട്ടവനും എല്ലാം മഹാദൈവത്തിൻ്റെ മുമ്പിൽ തുല്യരെന്നാണ് കാണിച്ചിരിക്കുന്നത്. സ്തോത്രം. എല്ലാവരും അതിൻ്റെ നീളവും വീതിയും സ്തോത്രം പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ഒരു വ്യത്യാസവുമില്ല എന്നാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ഈ കതിരമരം കൊണ്ടാണ് ഈ പലകകളെ ഉണ്ടാക്കിയിരിക്കുന്നത്. കതിരമരം നമുക്കറിയാലോ. മരത്തെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനത്തിൽ കൂടി ഞാൻ കഴിഞ്ഞ മുമ്പത്തെ സൺഡേയിൽ പറഞ്ഞപ്പോഴും ദേവദാരുവിനെ കുറിച്ചും പനയെക്കുറിച്ചും ഞാൻ പറഞ്ഞു. വേദപുസ്തകം പഠിച്ചു കഴിയുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ വൃക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വൃക്ഷങ്ങളിൽ പലതും മനുഷ്യനോട് സാദൃശ്യപ്പെടുത്തിയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കണമേ, ഈ കതിരമരം മരുഭൂമിയിൽ വളരുന്നതാണ്. ഈ കതിരമരം കറുത്തതാണ്. കതിരമരത്തിനകത്ത് ഒത്തിരി മുള്ളുകളുണ്ട്, കുത്തുന്ന മുള്ളുകൾ. കതിരമരത്തിൻ്റെ ഈ ശിഖരങ്ങളിലാണ് കൂടുതലും മുള്ളുകൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത്. വളരെ കുത്തുന്ന, വളരെ കട്ടിയുള്ള മുള്ളുകളാണ് ഈ കതിരമരത്തിൻ്റെ മുള്ളുകൾ. ഇത് മരുഭൂമി വളരുന്നത്, വളരെ കാഠിന്യമുള്ളത്, കറുത്തത്, സ്തോത്രം, ആകർഷണമില്ലാത്ത ഈ കതിരമരത്തെ ദൈവം തെരഞ്ഞെടുത്തു. സ്തോത്രം. മറ്റുള്ള ശ്രേഷ്ഠമായ ദേവദാരും ഉണ്ട്. അങ്ങനെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിലയേറിയ ലോകത്തിന് അവൈലബിലിറ്റി ഉള്ളതായ ഒത്തിരി മരങ്ങളുള്ളപ്പോൾ ഈ മരത്തെ ഒന്നും തെരഞ്ഞെടുക്കാതെ സ്വർഗത്തിലെ ദൈവം ഈ കതിരമരത്തെ തന്നെ തെരഞ്ഞെടുത്ത് അതിനെ വെട്ടി അതിൻ്റെ ശിഖരങ്ങൾ കളഞ്ഞ്, ആവശ്യമില്ലാത്ത ശിഖരം, അവിടെയും ഇവിടെയും കയറി പിടിച്ചിരിക്കുന്ന ശിഖരങ്ങളെ, അതിൻ്റെ മുള്ളുകൾ, എല്ലാവരെയും കുത്തുന്ന മുള്ളുകൾ, ഷാർപ്പായ മുള്ളുകൾ, അതെല്ലാം വെട്ടി. നോക്കിക്കേ, ഇതിൻ്റെ ഈ പലകകൾ 10 മുഴം നീളത്തിൽ 1.5 മുഴം വീതിയിൽ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പർവ്വതത്തിൽ മോശയ്ക്ക് കാണിച്ചു കൊടുത്ത അതേ പ്രകാരം തന്നെ
അതിനെ കട്ട് ചെയ്ത് ആലയത്തിൻ്റെ തൂണുകളാക്കി മാറ്റിയിരിക്കുകയാണ്. സ്തോത്രം. നോക്കിക്കേ, കറുത്ത കതിരമരത്തിൻ്റെ പലകകളുടെ ഇപ്പോഴത്തെ അതിൻ്റെ കളർ നോക്കിക്കേ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ അതിനെ പൊന്നുകൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. തനി തങ്കം, സ്തോത്രം, വലിയ തീയിൽ കൂടി കടത്തിവിട്ട് അതിനെ നോക്കിക്കേ, ഇതിൽ പുതിയത്തക്ക രീതിയിൽ ആ തങ്കത്തെ വാർത്തെടുത്ത് അച്ചിൽ കൂടി കടത്തിവിട്ട് നോക്കിക്കേ, ഈ സമാഗമന കൂടാരത്തിൻ്റെ കറുത്ത കാഠിന്യമുള്ള ഈ ഖദിരമരത്തെ പുറത്തു നോക്കുമ്പോൾ തങ്കമായിട്ടാണ് കാണുന്നത്. നമുക്കറിയാമല്ലോ, വിശുദ്ധ തിരുവെഴുത്തിൽ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മഹത്വത്തെയുമാണ് ഈ തങ്കം കാണിക്കുന്നത്. നോക്കി, ഒരു വ്യക്തി, പാപിയായൊരു വ്യക്തി, മദ്യപാനിയായൊരു വ്യക്തി, അല്ലെങ്കിൽ ഏറ്റവും നികൃഷ്ടമായ പാപം ചെയ്ത വ്യക്തി യേശുവിനെ സ്വന്തരക്ഷിതമായി സ്വീകരിക്കുമ്പോൾ നോക്കിക്ക്, ആ വ്യക്തിയെ ക്രിസ്തുവിനാൽ പൊതിയപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വം അവനെ കാണുന്നത് അവനെയല്ല, സ്തോത്രം, പണ്ടത്തെ മദ്യപാനിയല്ല, അല്ലെ പണ്ടത്തെ രാഷ്ട്രീയക്കാരനെയല്ല, അല്ലെ പണ്ടത്തെ പാപം ചെയ്യുന്നവനെയല്ല, സ്തോത്രം, നോക്കിക്കേ, അല്ലെ കള്ളനായി ജീവിച്ചനെയല്ല. അവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പറയുകയാണ്, സ്തോത്രം, ക്രിസ്തുവിനെ കാണുന്നത്. നമുക്കറിയാമല്ലോ, കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 5:7 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരാ? പുതിയ സൃഷ്ടിയാ. Therefore, if anyone is in Christ, is a new creation. Old has passed away. Behold, the new has come. നോക്കണമേ, പാപിയായൊരു മനുഷ്യൻ, ആകർഷണമില്ലാത്തൊരു മനുഷ്യൻ, നോക്കണമേ, സ്തോത്രം, ക്രിസ്തുവിലായപ്പോൾ അവനെ പൊതിഞ്ഞത് ഈ പൊന്ന. ഇപ്പോൾ ദൈവമഹത്വം ദൈവം ഇവനിൽ കൂടി പ്രദർശിപ്പിക്കുകയാണ്. ഇവനിൽ കൂടി ലോകം കാണുന്നത് ഇവനെയല്ല. സ്തോത്രം. ഗോവിന്ദൻ രക്ഷിക്കപ്പെട്ടാൽ ഗോവിന്ദനെയല്ല കാണുന്നത്, ഗോവിന്ദൻ്റെ ഉള്ളിൽ വസിച്ച ക്രിസ്തുവിൻ്റെ മഹത്വം ആണ് ഇവനിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. നോക്കണമേ, പഴയ നിയമത്തിലെ ഈ ദേവാലയത്തിൻ്റെ, ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഓരോ പാർട്സുകളുടെയും പഠിപ്പീര് എത്ര ആഴമേറിയ മർമ്മങ്ങളാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ 50 അധ്യായത്തോളം എടുത്ത് വിവിധ പുസ്തകങ്ങളിലായിട്ട് ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് ഇത്രമാത്രം പഠിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാന് ഇട്ടിരുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ്, സ്തോത്രം, യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-2 കാണുമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ദൈവമക്കളാണ്. സ്തോത്രം. അവിടെ നോക്കണമേ, ഈ കതിരമരത്തിൻ്റെ ഈ പലക, സ്തോത്രം, കറുത്ത പലക, മുള്ളുള്ള പലക, ആകർഷണമില്ലാത്ത പലക, കാഠിന്യമേറിയ പലകയെ, സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടപെട്ട് വചനമാകുന്ന വലിയ കോടാലി കൊണ്ട് കട്ട് ചെയ്ത് അതിനെ മുറിച്ച് നോക്കിക്കേ, 10 മുഴം നീളം, 10 മുഴമാണ് ഇതിൻ്റെ ഹൈറ്റ്, ഇതിൻ്റെ നീളം 1.5 മുഴം വീതിയിൽ ഓരോ പലകയും. നോക്കിക്കേ, സ്തോത്രം, ആലയത്തിനു വേണ്ടി ചാഞ്ഞും ചരിഞ്ഞുമല്ല നിൽക്കുന്നത്, നിവർന്നാണ് നിൽക്കുന്നത്. വിശ്വാസി, നോക്കണമേ, വിശ്വാസിയെ, രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ, നീ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പൊന്നു പൊതിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നിൽ നിന്ന് ദൈവമഹത്വമായിരിക്കണം, ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. ഈ ഭൂമിയിൽ നിന്നുള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ദൈവമഹത്വം നിന്നിൽ കൂടി ഈ ഭൂമിയിൽ റിഫ്ലക്റ്റ് ചെയ്യണം. അതുകൊണ്ട് പൗലോസ് പറയുന്ന, ഞാൻ രക്ഷിക്കപ്പെട്ടവരുടെയും രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ഞാൻ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാകുന്ന പൗലോസ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നോക്കിക്കേ, ഇതെങ്ങനെയാണ് നിൽക്കുന്നത്? നിവർന്നാണ് നിൽക്കുന്നത്. സ്തോത്രം. സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. രക്ഷിക്കപ്പെട്ട വിശ്വാസി, സ്തോത്രം, അവൻ്റെ നിൽപ്പ് സ്ട്രെയിറ്റ് ഫോർവേഡായിരിക്കും. സ്ട്രെയിറ്റ് ഫോർവേഡാണ്. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ തൂക്കുകെട്ടയാണ് പിടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ തൂക്കുകെട്ട, ദൈവത്തിൻ്റെ മെഷർമെൻ്റ് മുമ്പിൽ നമ്മെ മുഴുവൻ
അളക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു തൂക്കുകട്ടയുണ്ട്, ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിലിന് മുമ്പിൽ നമ്മളെ സ്ട്രെയിറ്റ് ആണോ ഇല്ലയോ എന്ന് നമ്മെ അളക്കും. നമ്മുടെ ഒരു വളഞ്ഞ പരിപാടിയും നടക്കത്തില്ല വിശ്വാസിയുടെ. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ സ്കെയിലിന് മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, പ്രാകാരങ്ങളിൽ 2 ഉപകരണങ്ങളായിരുന്നു. ബ്രാസ് കൊണ്ട് നിർമ്മിച്ച 2 ഉപകരണങ്ങളായിരുന്നു. അത് രണ്ടും ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചു. എന്നാൽ ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പുറമേ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഇത് പുറമേ നോക്കുമ്പോൾ ഈ പുറമേയുള്ള ഈ തിരശ്ശീലയെക്കുറിച്ച് വലിയൊരു ക്ലാസ് ഉണ്ട്. ഇതിലേറ്റവും പുറത്തുള്ള തിരശ്ശീല, ആദ്യത്തെ പഞ്ഞിനൂല്, പിന്നെ കോലാട്ടിൻ്റേത്, ആട്ടുംകുറ്റൻ്റേത്, പിന്നെ ഈ ചുമല കോലാട്ടുകുറ്റൻ, ചുമന്ന കോലാട്ടുകുറ്റൻ, പിന്നെ ഇതിന് മേളിൽ തകശുതോലുണ്ട്. തകശുതോലാണ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് യാതൊരു അട്രാക്ഷനുമില്ല. സ്തോത്രം. അകത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല ചിത്രത്തായിലുള്ള പിരിച്ച പഞ്ഞുനൂല് കാണാം. ഓരോ നോക്കുമ്പോൾ സ്തോത്രം ഒരു അട്രാക്ഷനുമില്ല. നിങ്ങളങ്ങനെ ലോകം നോക്കുമ്പോൾ സ്തോത്രം ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ യാതൊരു അട്രാക്ഷനുമില്ല, ഒരു സൗന്ദര്യമില്ല. അതാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ലോകം നോക്കുമ്പോൾ നോക്കിക്കേ, വെരി സിമ്പിൾ സിറ്റിയാണ്. ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ കാര്യമല്ല പറയുന്നത്, വെരി സിമ്പിൾ സിറ്റിയാണ്. എന്നാൽ നിങ്ങൾ അകത്തേക്കൊന്ന് നോക്കിക്കേ, ഈ കൂടാരത്തിനകത്തേക്ക് നോക്കുമ്പോൾ മുഴുവൻ പൊന്നിനാൽ സ്തോത്രം ഉള്ള ഉപകരണങ്ങളാണ്, തനി തങ്കം കൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഇതിനകത്ത് മുഴുവനും. നോക്കിക്കേ, ഈ കൂടാരത്തിൻ്റെ മുകളിൽ പിരിച്ച പഞ്ഞുനൂല് കൊണ്ടാണ് വിരിച്ചിരിക്കുന്നത്. മനോഹരമാകുന്ന ചിത്രത്തായിലുള്ള പിരിച്ച പഞ്ഞുനൂല്, തനി തങ്കം കൊണ്ട് ചുറ്റിനുമുള്ള 48 പലകകൾ, അകത്ത് തങ്കം കൊണ്ടുള്ള കവരവിളക്ക്, കാഴ്ചയപ്പത്തിൻ്റെ മേശ, ധൂപപീഠം, അത് കഴിഞ്ഞ് മനോഹരമായ വലിയ കർട്ടൻ. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൽ യേശു പ്രാണനെ വിട്ടപ്പോൾ മേളി മുതൽ താഴെ വരെ ഏകദേശം 5 ഇഞ്ച് 6 ഇഞ്ച് കനമുള്ള ഈ കർട്ടൻ മേളി മുതൽ താഴെ വരെ യേശു ക്രിസ്തുവാകുന്ന തൻ്റെ സ്നേഹമാവുന്ന തിരശ്ശീല ചീന്തി. ഇതാണ് അതിവിശുദ്ധ സ്ഥലത്തെ തങ്കത്താൽ നിർമ്മിക്കപ്പെട്ട സ്തോത്രം ദൈവത്തിൻ്റെ പെട്ടകം. ഇവിടെ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ തൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം കഴിഞ്ഞതിന് ശേഷം ആണ്ടിലൊരിക്കലായിട്ട് കയറി. എന്നാൽ ഇന്ന് നമുക്ക് ഈ കർട്ടൻ 2ആയിട്ട് പിളർന്നതുകൊണ്ട് ഇത് കൃപാസനത്തോടും ഏത് സമയവും അടുത്തു വരുവാൻ ഒരു പുതുവഴി കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുകയാണ്. അതിനിടെ ഞാൻ ഇത്രയും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ഒന്ന്, ഈ പലകകൾ നിവർന്നാണ് നിൽക്കുന്നത്. സ്തോത്രം. ഈ പലകകൾ നിൽക്കുന്നത് മരുഭൂമിയിലാണ്, ഈ ലോകത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു വിഷയം ഓർക്കണം, പലക നിൽക്കുന്നത്, നമ്മൾ മുമ്പ് ഈ ഭാഗം ശ്രദ്ധിച്ചു സ്തോത്രം, ഈ പലകകൾ നിൽക്കുന്നത് വെള്ളിച്ചുവടിലാണ് ഈ പലകകൾ നിൽക്കുന്നത്. സ്തോത്രം. നോക്കിക്കേ, മരുഭൂമി മണ്ണിൽ കൊണ്ട് ഈ പലകകളെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പിളർന്നു പോകും. ശക്തമായ കാറ്റ്, പിടിച്ചു നിൽക്കാൻ മേത്ത മരുഭൂമിയിലെ വലിയ കാറ്റിന് മധ്യേ ഇത് മറിഞ്ഞു പോകും. നോക്കിക്കണമേ. സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് ലോകവുമായി ബന്ധപ്പെടുത്തിയല്ല, ഈ ലോകത്തിലല്ല, ഈ ലോകക്കാരെങ്കിലും ലോകത്തിൽ നിൽക്കുന്നെങ്കിലും നോക്കിക്കണമേ, ഈ 48 പലകയെ 48 ബോർഡ്സിനെ നിർത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളിച്ചുവട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ കയറി വരുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയാം. സ്തോത്രം. മരുഭൂമിയിലെ കതിരമരം, ആകർഷണമില്ലാത്ത കറുത്തായത്, മുള്ളുള്ളത്, സ്തോത്രം, ആർക്കും ഒരു അട്രാക്ഷൻ ഇല്ലാത്ത, കാഠിന്യവും കടുപ്പമുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മാനസാന്തരവുമില്ലാത്ത കഠിന ഹൃദയമുള്ളത്, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ വചനത്താൽ വെട്ടിയതിനെ വീണിട്ട് അതിൻ്റെ ആവശ്യമില്ലാത്ത കൊമ്പുകൾ, അതിൻ്റെ മുള്ളുകൾ നോക്കിക്കേ, അതിനെയെല്ലാം വെട്ടി ഷെയ്പ്പാക്കി മുറിച്ചെടുത്ത് നോക്കണമേ, 10 അടി നീളത്തിൽ 10 ക്യൂബിറ്റിൽ
നോക്കിക്കേ സ്തോത്രം, 10 ക്യൂബിറ്റിൽ ഇതിൻ്റെ നീളത്തിൽ ഇതിനെ മുറിച്ച് 1.5 ക്യൂബിറ്റ് വീതിയിൽ ഇതിന് ഏകദേശം 15 അടി ഹൈറ്റാണ്. 15 അടി ഹൈറ്റിൽ 1.5 ക്യൂബിറ്റ് വീതിയിൽ നോക്കിക്കേ ഇതിനെ കറക്റ്റ് മുറിച്ചെടുത്തു. തുല്യ അളവാണ്. ദൈവസന്നിധിയിൽ പണക്കാരനും പാവപ്പെട്ടവനും ഡോക്ടറും നേഴ്സും അല്ലെങ്കിൽ സയൻറ്റിസ്റ്റും ഫിസിയോതെറാപ്പിസ്റ്റും കമ്പനി ജോലി ചെയ്യുന്നവനും റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യുന്നവനും ചെറിയ ജോലി ചെയ്യുന്നവനും എല്ലാം ഒന്ന്, സകലരും ഒന്ന്. ആർക്കും വലിപ്പവും ചെറുപ്പവുമില്ല. ക്രിസ്തുവിലെല്ലാവരും തുല്യരാണ്. സ്തോത്രം. നോക്കിക്കേ, ഇതിനെ എന്ത് ചെയ്തു? ഈ കറുത്ത ആകർഷണമില്ലാത്ത ഈ പലകയെ പൊന്നു പൊതിഞ്ഞിരിക്കുക. പൊന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെയും അവൻ്റെ മഹത്വത്തെയും കാണിക്കുവാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. നോക്കണമേ, ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണ് ലോകത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സ്തോത്രം. പുതിയ ക്രിയേഷൻ. അതുകൊണ്ട് കാൺമീ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രാകാരങ്ങളിൽ നമ്മൾ പഠിച്ചത് പിച്ചള കൊണ്ടുള്ള ബ്രാസ് കൊണ്ടുള്ള 2 ഉപകരണങ്ങൾ, രണ്ടും കഴുകലിന് വേണ്ടിയാണ്. കിഴക്ക് വശത്ത് നിന്ന് അല്ലെങ്കിൽ ആരാധനയ്ക്കായി കടന്നു വരുന്ന ഒരു വ്യക്തി നേരത്തെ യാഗപീഠത്തിൽ വന്ന് യാഗം കഴിക്കും. അത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസമാണ്. ആ വ്യക്തി വീണ്ടും ദൈവവചനമാകുന്ന പിച്ചള തൊട്ടിയിൽ നിന്ന് കഴുകൽ പ്രാപിച്ചതിന് ശേഷമാണ് ആരാധനയ്ക്കായി അകത്ത് കയറുന്നത്. ഒരു വിഷയം പറയാം. ആരാധിക്കുന്നതിന് മുമ്പ് 2 വിഷയം ആവശ്യമാണ്. ഒന്ന്, ഒരിക്കലായിട്ട് നാം യേശുവിൽ പാപമേറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. അത് വൺസ്. ഹല്ലേലൂയ. രണ്ടാമത് സ്തോത്രം, ആ വ്യക്തി ദൈവവചനത്തിൽ അനുസരിച്ച് സ്തോത്രം സ്നാനപ്പെടണം. വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കണം. പ്രൈസ് ലോർഡ്. ആത്മാവിനാൽ നിറയപ്പെടണം. അതിനുശേഷം നോക്കിക്കേ, ആരാധനയ്ക്കായി ആലയത്തിലേക്ക് കയറുന്നത്. സ്തോത്രം. നോക്കണമേ, ഈ സമാഗമന കൂടാരത്തിന് വെളിയിലൊക്കെ പിച്ചളയും ഒക്കെ ആകുമ്പോൾ ഇതിനകം മുഴുവൻ സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട, തനി തങ്കത്താൽ നിർമ്മിക്കപ്പെട്ട ആലയമാണ്. സ്തോത്രം. പുറത്ത് നോക്കുമ്പോൾ തകശത്തോല് കാണാം, ആകർഷണമൊന്നുമില്ല. എന്നാൽ ഇതിനകം മുഴുവൻ തനി തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഉപകരണങ്ങളാണ്. സ്തോത്രം. പലക നിൽക്കുന്നത് സ്ട്രെയിറ്റ് ആണ്. വളഞ്ഞും തിരിഞ്ഞും ഒന്നുമല്ല, സ്ട്രെയിറ്റ്. ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്തോത്രം. വളഞ്ഞ പുളഞ്ഞ പരിപാടികളൊന്നും സ്തോത്രം ദൈവം അനുവദിക്കത്തില്ല. സ്ട്രെയിറ്റ് ആയിരിക്കണം. 2, ഈ ലോകത്തിലാണ് ഈ പലക നിൽക്കുന്നതെങ്കിലും വെള്ളിച്ചുവടില. 48 പലകകളും നോക്കണമേ, ഒരു പലക 2 വെള്ളിച്ചുവടിലായിട്ടാണ്. ഇവിടുത്തെ പടം കാണുമ്പോൾ നോക്കി, ഇതിനകത്ത് ഇതിൻ്റെ ഈ ബോർഡിൻ്റെ അടിയിൽ ടിനോസ്, അതായത് കുടുമയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു പലകയ്ക്ക് 2 കുടുമയാണ്. 2 കുടുമ വെച്ചാണ്. സ്തോത്രം. ഒരു പലകയ്ക്ക് 2 വെള്ളിച്ചുവട് വെച്ചാണ് സ്തോത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. സ്തോത്രം. പലകയ്ക്ക് 2 കുടുമ. ദർ ഷാൽ ബി എ 2 ടിനോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്നിനോടൊന്ന് ചേർന്നാണ് ഇരിക്കുന്നത്. സ്തോത്രം. ഫിറ്റഡ് ടു വൺ അനദർ. മരുഭൂമിയിലെ ശക്തിയുള്ള കാറ്റിൽ സ്തോത്രം കൂടാരത്തിലെ ഉപകരണങ്ങൾക്കൊന്നും കേടുകൂടാതെ സംഭവിച്ചിരിക്കുന്നത്. ഈ കൂടാരത്തിലെ ഉപകരണങ്ങൾക്കൊന്നും കേടുകൂടാതെ സംഭവിച്ചിരിക്കുന്നതിൻ്റെ കാരണം സ്തോത്രം ഇതിനൊന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നു. ഇത് വെള്ളിച്ചുവടിന്മേലാണ് ഇത് നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. നോക്കണമേ, ഈ പിൻവശത്ത് ഈ ബാക്ക് സൈഡ്, വെസ്റ്റ് സൈഡിൽ ഇതാണ് ഈസ്റ്റ് സൈഡ്. ഈ ബാക്ക് സൈഡിലെ അല്ലെ മേളത്തെ പടത്തിലെ ഈ ഭാഗമാണ് ബാക്ക്. ഈ വെസ്റ്റ് സൈഡിലെ 6 പലകയും ഇതിൻ്റെ സൈഡിലെ 2 കോർണർ പലകയുമുണ്ട്. സ്തോത്രം. ഈ കോർണർ പലകകളൊക്കെയാണ് ഇതിനെ സ്ട്രോങ് ആയിട്ട് പിടിച്ച് യോജിപ്പിച്ച് അതനുസരിച്ചാണ് അത് കർവ് ചെയ്ത് നിർത്തിയിരിക്കുക. അങ്ങനെ 8 പലകയാണ്. 48 പലകകളാണ് ഈ വെള്ളിച്ചുവടിന്മേൽ നിൽക്കുന്നത്. സ്തോത്രം. 6 ടൺ
വെള്ളിയാണ് ഇതിന് ഉപയോഗിച്ചെന്നാണ് ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നിൽക്കുന്നത്. സ്തോത്രം. എവിടുന്നാണ് ഈ വെള്ളി ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണ യാത്രയിൽ? നോക്കണമേ, ഇസ്രായേലിന് ഒരു നിയമം ഉണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കുമ്പോൾ അവരെ എണ്ണുമ്പോൾ അവർ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. പുറപ്പാട് പുസ്തകം 25:2 അതെങ്ങനെയാണെന്നറിയാമോ? മനസ്സോടെയാണ് കൊടുക്കേണ്ടത്. കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിൽ, ദശാംശം കൊടുക്കുന്നതിലും, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലും, നമ്മുടെ സമയം കൊടുക്കുന്നതിൽ, നമ്മുടെ പണം കൊടുക്കുന്നതിൽ, കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും മുടക്കുന്നെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നെങ്കിൽ അത് പെറുപെറുത്തോട് കൊടുത്താൽ അത് നമുക്ക് ദോഷമായി തീരും. നോക്കണമേ, ഇവിടെ പറയുകയാണ് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 2 നല്ല മനസ്സോടെ തരുന്ന ഏവനോടും എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങിക്കണം. രാഗിയോ മനസ്സില്ലാതെയോ കൊടുത്തു കഴിഞ്ഞാൽ അത് മേടിക്കുവാൻ വിശുദ്ധ തിരുവെഴുത്തിൽ പ്രമാണമില്ല. നല്ല മനസ്സോടെ ഫ്രീ വിൽ കൊടുക്കണം. അത് ഓരോരുത്തരും തൻ്റെ വീണ്ടെടുപ്പിലായി റാൻസം പ്രൈസ് എന്ന് എഴുതിയിരിക്കുന്നത്. വീണ്ടെടുപ്പിലായി ഓരോരുത്തരും വീണ്ടെടുപ്പിലായി കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, ഒരിക്കൽ ദാവീദ് ജനത്തെ എണ്ണാനായിട്ട് എണ്ണി. സ്തോത്രം. ആ എണ്ണിക്കഴിഞ്ഞപ്പോഴത്തേനെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ബാധയുണ്ടായി. 70,000 പേര് മരിച്ചു. സ്തോത്രം. ദാവീദ് എന്താ ചെയ്ത്? ജനത്തെ എണ്ണിയെന്നൊരു തെറ്റേ ചെയ്തുള്ളൂ. പക്ഷെ പ്രമാണം ഇവിടെ പറയുന്നുണ്ട്, ജനത്തെ എണ്ണുമ്പോൾ ബാധയുണ്ടാകാതിരിപ്പാൻ, സ്തോത്രം, ഓരോരുത്തരും തങ്ങളുടെ വീണ്ടെടുപ്പ് വില കൊടുക്കണമെന്ന് പ്രത്യേകം ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രത്യേകം ദൈവവചനത്തിൽ ഓരോരുത്തരും തൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണമെന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ ദാവീദ് അത് ചെയ്യാഞ്ഞത് കൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? 70,000 പേര് മരിച്ചതായിട്ട് 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം നിങ്ങൾ ആദ്യം 24 മുതൽ ആദ്യം വരെ പഠിച്ചാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ടോട്ടൽ 6,000 kg 12,500 പൗണ്ട്സ്, സ്തോത്രം, വെള്ളി, 6 ടൺ വെള്ളിയാണ് ഈ അടിയിലത്തെ ഈ സോക്കറ്റ് ഉണ്ടാക്കുവാനായിട്ട്, സ്തോത്രം, ഇരുന്നത്. സ്തോത്രം. ദൈവമക്കളെ ഓർക്കണമേ, ഇത് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് വിലയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പ് വിലയാണ്. സ്തോത്രം. മനുഷ്യന്റെ വിലയായിട്ടാണ് ഇത് കണക്ക് കൂട്ടുന്നത്. നമുക്കറിയാലോ, യോസേപ്പിനെ വിറ്റത് എത്ര? 20 വെള്ളിക്കാശിനാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത് 30 വെള്ളിക്കാശിനായിട്ടാണ്. സ്തോത്രം. ഒരിക്കൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ടാക്സ് കൊടുക്കാനായിട്ട് പൈസ ഇല്ലാഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഗലീലാക്കടലിൽ ചെന്ന് ചൂണ്ടയിട്ടിട്ട് അവിടെ ഒരു ഫിഷ് ഉണ്ട്. അതിൻ്റെ പേരിപ്പം പീറ്റേഴ്സ് ഫിഷ് എന്നാണ് പേരിട്ടേക്കുന്നത്. ആ ഫിഷിൻ്റെ വായിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ, ശത്രുക്കൾ വരുമ്പോൾ അതിൻ്റെ വായിലേക്ക് കുഞ്ഞുങ്ങളെ മുഴുവൻ അത് കയറ്റും. അല്ല, ശത്രുക്കൾ ഇല്ലാതപ്പോൾ അത് വായിൽ നിന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളെ വിടും. അത് പോയി തീറ്റ തിന്നും. എവിടെയെങ്കിലും ശത്രു ആക്രമിക്കണോ, കുഞ്ഞുങ്ങളെല്ലാം പെട്ടെന്ന് വായിലേക്ക് വന്ന് കയറും. ആ കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് ഈ ഗലീല കടലിൽ കാണുന്ന അവിടെ ഇവിടെയും കാണുന്ന പാറ കഷ്ണങ്ങളായിരിക്കും ആ ഹോളിൽ കാണുന്നത്. സ്തോത്രം. നോക്കണമേ, ഈ ഫിഷിന്റെ വായില് യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട ടാക്സ്, കൊടുക്കേണ്ട ശിഷ്യന് കൊടുക്കാനും യേശു ക്രിസ്തു 2 പേർക്ക് കൊടുക്കേണ്ട ടാക്സിനുള്ള വെള്ളി നാണയം, സിൽവർ, ഈ ഫിഷിന്റെ വായിലിരുന്നു. അത് കണ്ടവനായ കർത്താവ്, സ്തോത്രം, എൻ്റെ ഹൃദയം അതിനെ കണ്ടവനായ കർത്താവ് നോക്കിക്കേ, ചൂണ്ടയിടാൻ പറഞ്ഞു. ആ ചൂണ്ട കുത്തിയ ഫിഷിന്റെ വായിലിരിക്കുന്ന ആ വെള്ളി പണമെടുത്ത് നീ കൊടുക്കാൻ പറഞ്ഞു, വെള്ളി എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ദൈവമക്കളെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മളെ കാണുന്ന ഒരു ദൈവം, നമ്മുടെ വേദന അറിയുന്ന ദൈവം, നമ്മുടെ ബുദ്ധിമുട്ട് അറിയുന്ന ദൈവം, നമ്മുടെ ഞെരുക്കം അറിയുന്ന ഒരു ദൈവത്തെയാണ്
അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, സ്തോത്രം, ഇവിടെ നോക്കിക്കേ, ഈ പിന്നെ മനുഷ്യന്റെ വീണ്ടെടുപ്പ് ബലിയായി കൊടുത്ത വെള്ളി ഉരുക്കിയാണ് നോക്കിക്കേ ഈ പലകയെ മുഴുവൻ നിർത്തിയിരിക്കുന്നത്. പത്രോസിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ വ്യർത്ഥവും പിതാക്കന്മാരുടെ പാരമ്പര്യം എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഈ കത്തോലിക്ക ബൈബിളിലെ പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിന്റെ വലിയൊരു രക്തം കൊണ്ട്. ദൈവമക്കളെ, പുതിയ നിയമസഭയെ വീണ്ടെടുത്തിരിക്കുന്നത് യേശുവിന്റെ രക്തമാണ്. ആ രക്തത്തിലാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം, ആ രക്തത്തിലാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ആ രക്തത്താൽ മുദ്രയിട്ടപ്പെട്ടവരാണ്, ആ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. പഴയ നിയമത്തിൽ അതിന് നിഴലായിരിക്കുന്ന ആ വെള്ളിച്ചുവട്ടിൽ നിവർന്ന് വിശ്വാസി നിൽക്കുന്നത് കൊണ്ട് സ്തോത്രം, കൂടാരത്തിനുള്ള അകത്തുള്ള ഉപകരണങ്ങൾ തങ്കം കൊണ്ട് നിർമ്മിച്ച ഒരു ഉപകരണങ്ങൾക്ക് യാതൊരു കേടും സംഭവിക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രിയിൽ ക്ലാസ് അവിടെ നിർത്തുകയാണ്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവിധനെ തങ്കം പൊതിഞ്ഞ് വെള്ളിച്ചുവടിന്മേൽ നിവർത്തി ദൈവനാമ മഹത്വത്തിനായി ആലയത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, ആലയത്തിൻ്റെ ബലത്തിനു വേണ്ടി യോജിപ്പിച്ച് ബലത്തോടെ നോക്കിക്കേ, ശക്തിയോടെ നിർത്തിയിരിക്കുക. ആലയത്തിൻ്റെ തൂണുകളായി, ആലയത്തിൻ്റെ പലകകളായി ദൈവം നമ്മെ ക്രിസ്തുവിൽ പൊതിഞ്ഞ് വെള്ളിച്ചുവടിന്മേൽ നോക്കിക്കേ ദൈവം നമ്മെ നിർത്തിയിരിക്കുക. എത്ര മനോഹരമായ ഒരു ക്രിസ്ത്യ ജീവിതമാണ് ദൈവമക്കളെ. സ്തോത്രം, ദൈവം നമ്മെ വീണ്ടെടുത്തതും നമ്മെ സ്നേഹിച്ചതും ദൈവം നമ്മെ പൊന്നുകൊണ്ട് പൊതിഞ്ഞതും ആ വീണ്ടെടുപ്പ് വിലയാകുന്ന വെള്ളിച്ചുവടി നിർത്തിയിരിക്കുന്നതും അത് യോജിച്ച് നോക്കിക്കേ ഒന്നിനോടൊന്ന് ചേർന്നുകൊണ്ട് ബലത്തോടെ തമ്മി ഐക്യതയോടെ നിൽക്കുന്ന സഭയാമാലയത്തിൻ്റെ വിശ്വാസിയുടെ ഐക്യതയും ഇതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും എത്ര മഹത്വമാണ്. കർത്താവിൻ്റെ വരവതാശാൽ അടുത്ത ആഴ്ചക്കാലം ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ദൈവമായ